ലോകം മറ്റൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഊർജ്ജ യുദ്ധത്തിലേക്കും നീങ്ങുകയാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് പുതിയ വാർത്തകൾ. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യം ആഗോള എണ്ണ വിപണിയെ വരിഞ്ഞു മുറുക്കുമ്പോൾ അതിന്റെ കടുത്ത പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ അടുക്കളയിലും പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. വാണിജ്യ പാചകവാതക വിലയിലുണ്ടായ അസാധാരണമായ വർധനവും വിതരണ ശൃംഖലയിൽ കൊണ്ടുവന്ന കടുത്ത നിയന്ത്രണങ്ങളും സാധാരണക്കാരന്റെയും സംരംഭകന്റെയും നട്ടലൊടിക്കുന്നതാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 എന്ന കടമ്പ പിന്നിട്ട് കുതിക്കുകയാണ്. ലോകത്തിലെ എണ്ണ ഉൽപാദനത്തിന്റെയും വിതരണത്തിന്റെയും സ്ഥിരാകേന്ദ്രമായ പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ആഗോള വിപണിയെ ബാധിക്കും. ഹോർമോസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ ജലപാതകളിലെ സുരക്ഷാ ഭീഷണികൾ എണ്ണക്കപ്പലുകളുടെ യാത്രയെ ബാധിക്കുന്നതും ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കുന്നതും വിതരണ തടസ്സമുണ്ടാക്കുന്നു. ഇന്ത്യ തന്റെ എണ്ണ ആവശ്യകതയുടെ 80% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായതിനാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഈ മാറ്റങ്ങൾ നേരിട്ട് രാജ്യത്തെ ഇന്ധനവാതക വിലകളെ സ്വാധീനിക്കുന്നു. വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് $993 വർദ്ധിപ്പിച്ചത് സമാനതകളില്ലാത്ത നടപടിയാണ്. സാധാരണ 20 മുതൽ 100 രൂപ വരെ വർദ്ധിക്കാറുള്ള സ്ഥാനത്താണ് ഈ ഭീമമായ തുക വർദ്ധിച്ചിരിക്കുന്നത്. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പുതിയ നിരക്കുകൾ പരിശോധിച്ചാൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാം. കൊച്ചി 3085 രൂപ, തിരുവനന്തപുരം 3106 രൂപ, കോഴിക്കോട് 3117 രൂപ. ഫെബ്രുവരി മാസത്തിൽ സംഘർഷം ആരംഭിച്ച ശേഷം ഇത് 3ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ ഉണ്ടായ ഈ വർധനവ് രാജ്യത്തെ ചെറുകിട വൻകിട റെസ്റ്റോറന്റ് ഉടമകളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുമ്പോൾ അത് ഹോട്ടലുകളിലെ ഭക്ഷണ സാധനങ്ങളുടെ വില ഉയരുന്നതിലേക്കും നയിക്കുന്നു. ഒരു ശരാശരി ഹോട്ടലിൽ പ്രതിദിനം 1ലധികം സിലിണ്ടറുകൾ ആവശ്യമായി വരും. ഇത്രയും വലിയ തുക അധികമായി കണ്ടെത്തേണ്ടി വരുമ്പോൾ ലാഭവിഹിതം കുറയുകയും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭക്ഷണവില വർദ്ധിപ്പിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇത് നേരിട്ട് ബാധിക്കുന്നത് സാധാരണക്കാരായ ജീവനക്കാരുടെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന വിദ്യാർത്ഥികളെയുമാണ്. ഹോട്ടൽ ഭക്ഷണം എന്നത് ആഡംബരമല്ലാതാവുകയും അനിവാര്യതയാവുകയും ചെയ്യുന്ന കാലത്ത് ഈ വിലക്കയറ്റം ജനങ്ങളുടെ നിത്യജീവിത ചെലവുകളെ കുത്തനെ ഉയർത്തും. നിലവിൽ ഗാർഹിക പാചകവാതകത്തിന്റെ വിലയിൽ മാറ്റമില്ല എന്നത് മാത്രമാണ് ചെറിയൊരു ആശ്വാസം. എങ്കിലും വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ ഇത്ര വലിയ വർധനവ് ഉണ്ടാകുമ്പോൾ ഗാർഹിക മേഖലയും വൈകാതെ സമ്മർദ്ദത്തിലാകാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ ക്രൂഡ് ഓയിൽ വില ഉയരുമ്പോൾ പെട്രോൾ ഡീസൽ വില വർധനവിനും കാരണമാകും. ചരക്ക് നീക്കത്തിലുള്ള ചെലവ് വർദ്ധിക്കുന്നതോടെ പച്ചക്കറി ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങളുടെ വിലയും ഉയരും. ചുരുക്കത്തിൽ പാചകവാതക വിലക്കയറ്റം ഒരു ശൃംഖല പ്രവർത്തനം പോലെ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളെയും ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിലക്കയറ്റത്തിനൊപ്പം ഉപഭോക്താക്കളെ വലയ്ക്കുന്ന മറ്റൊന്നാണ് ഗ്യാസ് വിതരണത്തിൽ എണ്ണ കമ്പനികൾ ഏർപ്പെടുത്തിയ പുതിയ നിബന്ധനകൾ. മെയ് 1 തീയതി മുതൽ ഇവ കടുപ്പിച്ചു കഴിഞ്ഞു. നഗരങ്ങളിൽ 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവും കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. ഇത് ചെറിയ കുടുംബങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കില്ലെങ്കിലും അംഗങ്ങൾ കൂടുതലുള്ള വീടുകൾക്കും കൂടുതൽ പാചകം ആവശ്യമുള്ള സാഹചര്യങ്ങളിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. സിലിണ്ടർ തീരുന്നതിന് മുൻപേ ബുക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യം ഇല്ലാതാകുന്നത് പലരെയും കഷ്ടതയിലാക്കുന്നു. ഇനി മുതൽ ഗ്യാസ് സിലിണ്ടർ വീട്ടുപടിക്കൽ എത്തുമ്പോൾ രജിസ്റ്റർ ചെയ്ത് മൊബൈലിലേക്ക് വരുന്ന OTP നൽകിയാൽ മാത്രമേ ഡെലിവറി പൂർത്തിയാകൂ. പഴയതുപോലെ ബ്ലൂ ബുക്കോ രസീതോ മാത്രം കാണിച്ച് ഗ്യാസ് വാങ്ങാൻ കഴിയില്ല. ഡിജിറ്റൽ സാക്ഷരത കുറഞ്ഞവർക്കും ഫോൺ കൈവശമില്ലാത്ത പ്രായമായവർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ വിതരണത്തിലെ സുതാര്യത ഉറപ്പാക്കാനും കരിഞ്ചന്ത തടയാനും ഈ നീക്കം സഹായിക്കുമെന്നാണ് എണ്ണ കമ്പനികളുടെ വാദം. പ്രീമിയം പെട്രോളിന് ഇതിനോടകം വില വർദ്ധിച്ചു കഴിഞ്ഞു. സാധാരണ പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില വരും ദിവസങ്ങളിൽ പരിഷ്കരിക്കപ്പെട്ടേക്കാം. അന്താരാഷ്ട്ര വിപണിയിലെ തിരിച്ചടികൾ ആഭ്യന്തര വിപണികളിൽ എണ്ണ കമ്പനികൾക്കുണ്ടാക്കുന്ന നഷ്ടം നികത്താൻ വില വർധനവ് അനിവാര്യമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും കമ്പനികളുടെയും നിലപാട്. എന്നാൽ ഇത് രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് ഉയർത്താൻ കാരണമാകുമെന്നതിൽ സംശയമില്ല. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗക്കളത്തിൽ നീക്കങ്ങൾ സങ്കീർണമാകുമ്പോൾ അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഇങ്ങ് കേരളത്തിലെ ഒരു സാധാരണ കുടുംബം കൂടിയാണ്. പാചകവാതകത്തിന് റെക്കോർഡ് വില വർധനവും വിതരണത്തിലെ കടുത്ത നിയന്ത്രണങ്ങളും ഒരേ സമയം വന്നത് ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടുകയും ആഗോള വിപണി ശാന്തമാവുകയും ചെയ്യുന്നതുവരെ ഈ അനിശ്ചിതത്വം തുടരാനാണ് സാധ്യത. സുതാര്യത ഉറപ്പാക്കാൻ കമ്പനികൾ നടത്തുന്ന പരിഷ്കാരങ്ങൾ സ്വാഗതാർഹമാണെങ്കിലും അവ ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നടപ്പിലാക്കാൻ അധികൃതർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഗാർഹിക വിപണിയിൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്നത് രാഷ്ട്രീയ സാമ്പത്തിക കേരളം അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്.